അമേരിക്കയിലെ ഒട്ടുമിക്ക പള്ളികളിൽ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് ഇത് പള്ളി എന്നാലോ ഇത് ഗെയിംസ് ഏരിയയാണ്, ഇൻഡോർ ഗെയിംസ് ഏരിയ. പള്ളിയോട് ചേർന്നിട്ട് ബാസ്കറ്റ് ബോൾ, പിക്കിൾ ബോൾ, അതുപോലെ തന്നെ വോളിബോൾ, എല്ലാ കളി എന്താ പറയുക ഫുട്ബോൾ, ക്രിക്കറ്റ് വരെ ഇവിടെ പള്ളിയോട് ചേർന്ന് കളിക്കുന്നുണ്ട്. കണ്ടോ? അതായത് ഒരാൾക്ക് പള്ളിയിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഫുൾ ടൈം. അതായത് എല്ലാവരും ഇവിടെ തന്നെ പള്ളിയിൽ തന്നെ ആയിരിക്കും ഫുൾ ടൈം. ബാങ്ക് കൊടുക്കുമ്പോൾ നേരെ പോയിട്ട് നിസ്കരിക്കും. അതിനേക്കാളും ആകർഷിച്ച മറ്റൊരു കാര്യമാണ് ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇത് കണ്ടോ? ഇത് പറഞ്ഞാൽ കിഡ്സ് ഏരിയ എന്ന് പറയും ഈ സ്ഥലത്തിന്. അതായത് ഇതിനുള്ളിൽ രക്ഷിതാക്കൾ കുട്ടികളുമായിട്ടാണ് വരുന്നതെങ്കിൽ കുട്ടികളുടെ സൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കവേർഡായിട്ടുള്ള ചെറിയൊരു സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലത്തായിരിക്കും നേരത്തെ ഫുള്ള് കുട്ടികൾ ഇതിനുള്ളിൽ കളിക്കുമായിരുന്നു. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ സൗണ്ട് ആക്കിയാലൊന്നും പുറത്ത് കേൾക്കൂല. അപ്പോൾ പള്ളിയിൽ തന്നെ അതിനുള്ളൊരു സൗകര്യമാണ്. ഈ കോർട്ടിൽ ബാസ്കറ്റ് ബോൾ അവിടെ കളിക്കുന്നുണ്ട്, ബാഡ്മിൻ്റൺ കളിക്കുക, എന്ത് വേണമെങ്കിലും ഇവിടെ ഗെയിംസ് അവർ കളിക്കാൻ പറ്റും. എല്ലാത്തിനുള്ള കോർട്ട് മൾട്ടിപർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ കോർട്ടിൽ ഇങ്ങനെ ലൈൻസ് ഒരുപാട് കാണുന്നുള്ളത്. കണ്ടോ? അപ്പോൾ സത്യം പറഞ്ഞൊരു വൈബാണ് പള്ളി എന്ന് പറഞ്ഞാൽ. ഇവിടെ ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടക്കും. പള്ളിയുമായിട്ട് ഇവിടുത്തെ യങ്സ്റ്റേഴ്സൊക്കെ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അമേരിക്കയിലേക്ക് ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ ടെക്സാസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ഡാലസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്ലാമിക് സെൻറ്റർ ഓഫ് ഇർവിംഗ് എന്ന് പറയുന്ന പള്ളിയിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാവും തോന്നുന്നതാണ്. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയിലേക്ക് കുട്ടികൾ വന്നിരുന്നു. അപ്പോൾ നിസ്കാരത്തിന് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരുത്താതെ തന്നെ ഇതൊരു സൈഡായിട്ട് പള്ളിയോട് തൊട്ട് ചേർന്നിട്ട് ഇപ്പുറത്തെ പള്ളി ഇപ്പുറത്ത് ഇത് ഭയങ്കര എനിക്കൊരു സംഭവമായിട്ട് തോന്നി. എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കാം.